അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ബിസ്മില്ലാഹ് അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിന മുഹമ്മദ് വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. പ്രിയപ്പെട്ട മക്കളെ, 3-ാം ക്ലാസ്സിലെ തുറൂസ് 2-ാമത്തെ ഭാഗത്തിലെ 9-ാമത്തെ പാഠാണ് നമ്മൾ വായിക്കുന്നത് കേട്ടോ. 9-ാമത്തെ പാഠം. എന്താ പാഠത്തിൻ്റെ പേര്? ഹഉലാഇ അഹ്ലുബൈത്തി. ഹഉലാഇ അഹ്ലുബൈത്തി, ഇവരാണ് എൻ്റെ അഹ്ലുബൈത്ത്. ശ്രദ്ധിക്കണേ, പുസ്തകത്തെ നോക്കി ഇരിക്കണം, വിരൽ വെക്കും വേണം, അപ്പോഴേ മനസ്സിലാവുള്ളൂ കേട്ടോ. മൊബൈൽക്ക് ഇങ്ങനെ നോക്കിയിരിക്കണം, അതുകൊണ്ട് കാര്യമൊന്നുമില്ല. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സംസാരത്തിൽ ഫാത്തിമയേക്കാൾ റളിയല്ലാഹു അൻഹ സാദൃശ്യമുള്ളതായി ഒരാളെയും ഞാൻ കണ്ടിട്ടില്ല. ഫാത്തിമ ആരറിയില്ലേ? അരമ്പപ്പൂവ് റസൂലുള്ളാഹിൻ്റെ പൊന്നാര മോള് സല്ലല്ലാഹു അലൈഹി വസല്ലം ഫാത്തിമ. അപ്പം നബിൻ്റെ സംസാരം പോലെ സംസാരിക്കുന്ന ആളാണ് ആര്? മഹദി, ഫാത്തിമയാകുന്ന മോള്. അങ്ങനെ ഉണ്ടാവുമല്ലോ ചില ആൾക്കാർ, ഒരാളെ പോലെ തന്നെ സംസാരിക്കുക, അഭിനയിക്കുകയല്ല, അങ്ങനെ അല്ല കൊടുത്തത്. ഫാത്തിമ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തു വന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ സ്വാഗതം ചെയ്യുകയും അവരുടെ കൈകൾ ചുംബിക്കുകയും ചെയ്യുമായിരുന്നു. അവിടുന്ന് ഇരിക്കുന്ന സ്ഥലത്ത് ഇരുത്തുകയും ചെയ്യും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വീട്ടിക്ക് മോള് വന്നാൽ ആ മോളെ എന്ത് ചെയ്യാ പറഞ്ഞേ? മോളെ മർഹബം ബിൻതി, മോള് വരി, മോള് വരികയാണ് ഇഷ്ടത്തോടെ വീട്ടിക്ക് കയറ്റും, സ്വാഗതം ചെയ്യും. എന്നിട്ട് കയ്യിൽ ഇങ്ങോട്ട് ഉമ്മ കൊടുക്കും കേട്ടോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇരിക്കണ സീറ്റുകൾ എന്ത് ചെയ്യും? മോളെ പിടിച്ചിരുത്തും. തിരിച്ചു പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ അടുത്ത് അങ്ങോട്ട് ചെന്നാൽ അവർ എഴുന്നേറ്റ് നിന്ന് സ്വീകരിക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൈകൾ ചുംബിക്കുകയും ചെയ്യുമായിരുന്നു. അങ്ങനെ വേണം മക്കളെ, മാപ്പിമ്മയൊക്കെ നല്ല സ്നേഹം വേണം കേട്ടോ, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ. ഉമ്മാൻ്റെ കൈ പിടിക്കണം, ഉമ്മ കൊടുക്കണം. നിങ്ങൾ ആരെങ്കിലും കൊടുക്കല്ല ഉമ്മാൻ്റെ കൈ അസ്സലാമു അലൈക്കും എന്നിട്ട് ഉമ്മത്തും കൊടുക്കേണ്ടത് കൊടുത്തു നോക്കണ്ടി. മദ്രസ വിട്ട് ചെല്ലുമ്പോൾ തന്നെ അമ്മച്ചിൻ്റെ കൈ പിടിച്ച് ഉമ്മച്ചി അസ്സലാമു അലൈക്കും ഒരു ഉമ്മ കൊടുത്തു നോക്കണ്ടി. കസ്തൂരി മണക്കും ഉമ്മച്ചിൻ്റെ കയ്യും വരെ. അത്തരം സ്വർഗത്തിൻ്റെ കൈയാണത്. അല്ലാഹുവേ നമ്മുടെ ഉമ്മാരെ അങ്ങനെയാണ് റസൂലുള്ളാഹി പഠിപ്പിച്ചത് സല്ലല്ലാഹു അലൈഹി വസല്ലം. മോളത്ര ഇഷ്ടമായിരുന്നു. നിങ്ങളങ്ങനെ ചെയ്യൂലേ? ഇൻഷാ അല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, സ്വർഗത്തിലെ സ്ത്രീകളിലെ ഏറ്റവും ശ്രേഷ്ഠർ ഒന്ന് ഖുവൈലിദിൻ്റെ മകൾ ഖദീജയും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകൾ ഫാത്തിമയും മുസാഹിമിൻ്റെ മകൾ ആസിയയും ഇമ്രാൻ്റെ മകൾ മറിയവുമാണ്. സ്വർഗത്തിൽ കുറേ സ്ത്രീകളില്ലേ, എന്നാ സ്ത്രീകളുടെ നേതാവ് ഒന്ന് എൻ്റെ ഭാര്യ ഖദീജ, മറ്റൊന്ന് എൻ്റെ മകൾ ഫാത്തിമ, മറ്റൊന്ന് ഇമ്രാൻ്റെ മകൾ മറിയം, മറ്റൊന്ന് മുസാഹിമിൻ്റെ മകൾ ആസിയ. കഥ പഠിച്ചണം, ഒക്കത്തിനും കഥ ഉണ്ട് കേട്ടോ. വെറുതെ അങ്ങോട്ട് കിട്ടുന്നില്ല സമ്മാനം, കഷ്ടപ്പെടണം, അപ്പോൾ ആ സ്വർഗത്തിൽ സമ്മാനം കിട്ടുള്ളൂ. ബാക്കി വായിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഫാത്തിമ ബീവിയെ കൂടാതെ മക്കളുണ്ടോ? മാജിദ മോൾ ചോദിച്ചു, ഉസ്താദേ നബിക്ക് ഫാത്തിമ തന്നെ കുട്ടിയുള്ളോ, വേറെ കുട്ടികളൊന്നുമില്ലേ? ഉസ്താദ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് 7 മക്കളുണ്ട്.
4 പെൺമക്കളും 3 ആൺമക്കളും. നിങ്ങളെ വീട്ടിൽ ആർക്കാണ് ഉമ്മച്ചിക്ക് 7 കുട്ടികളുള്ളവര് ഉണ്ടോ? 6 ഉള്ളവരുണ്ടോ? 5 4 3 2 1. അല്ലാ, കുട്ടികൾ കുറേ വേണം. അള്ളാൻ്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ നല്ലോണം കുട്ടികൾ വേണം. ഖിയാമത്ത് അള്ളാഹിനോട് ഇതൊക്കെ എൻ്റെ ഉമ്മത്താണ് എന്ന് പറയണം, ഇതൊക്കെ എൻ്റെ വട്ടാളാണ് എന്ന് പറയാം. പവറുണ്ടാകാൻ വേണ്ടിയിട്ട് അവിടുത്തെ ആഗ്രഹം. അതുകൊണ്ട് കുറേ കുട്ടികൾ വേണം. ഉമ്മച്ചിനോട് പറ്റി പറയണേ, ഉമ്മച്ചിക്ക് ഇഞ്ഞും കുട്ടികൾ വേണം. നമ്മൾ നബിക്ക് ഇഷ്ടമാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നബിക്ക് എത്ര കുട്ടികളുണ്ടായിരുന്നു? 7. എത്ര ആൺകുട്ടികളാ? 3. പെൺകുട്ടികൾ 4. അല്ലാഹുവേ. ബാക്കി വെച്ചാലോ? ശ്രദ്ധിക്കണില്ലല്ലേ? ഇവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബത്തിൽപ്പെട്ടവരാണ്. ആര്? ഇവരൊക്കെ നബി കുടുംബത്തെ സ്നേഹിക്കലും ബഹുമാനിക്കലും നമ്മുടെ കടമയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മക്കളുടെ പേരുകൾ പഠിക്കൽ നമുക്ക് നിർബന്ധമാണ്. നബി തങ്ങളുടെ മക്കളുടെ പേര് പഠിക്കൽ നമുക്ക് എന്താണ്? നിർബന്ധമാണ്. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ മക്കളായ ഹസൻ, ഹുസൈൻ റളിയല്ലാഹു അൻഹുമ എന്നിവരിലൂടെയാണ്, ഇവിടെ 4 ഉണ്ട്, വായിക്കാൻ വയ്ക്കാട്ടെ, എന്നിവരുടെ സന്താന പരമ്പരയിലൂടെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബം വ്യാപിച്ചത്. നബിൻ്റെ കുടുംബം ആരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മകൾ ഫാത്തിമ ബീവി ഇല്ലേ? ഫാത്തിമ ബീവിക്ക് കുറേ മക്കളുണ്ട്. 2 മക്കളെ ഹസനും ഹുസൈനും. ഇവരെ പരമ്പരയിലൂടെയാണ് കുട്ടികളിലൂടെ നബിയുടെ അഹ്ലു ബൈത്ത് എന്ന് പറഞ്ഞ് ലോകത്ത് വ്യാപിച്ചത്. എല്ലാ നാട്ടിലും ഉണ്ട് അഹ്ലു ബൈത്ത്, നബിൻ്റെ പേരക്കുട്ടികൾ. നമുക്കൊരു പദ്യമാണ്, ചെല്ലല്ലേ? ചെറിയ എഴുത്താ, നല്ല ശ്രദ്ധിച്ചു പള്ളിക്കോട്ടോ. കുറേ ചൊല്ലിയാൽ പഠിച്ചാൽ നല്ല സന്തോഷ. വസബ്അത്തുൻ ഔലാദുഹും ഖാസിമു സൈനബു റുഖിയ ഫാത്തിമ യാ ഫാഹിമു വ ഉമ്മു കുൽസൂം വ അബ്ദുല്ലാഹി മിൻ ഖദീജത്തുൽ കുബ്രാ ബിതർതീബിൻ സുകീൻ അതാഹു ഇബ്രാഹീമു മിൻ സുർരിയ വ ഉമ്മുഹു മാരിയത്തുൽ ഖുബ്തിയ. പാടിയോ? ഒന്നും കൂടി പാടിയോ നിങ്ങൾ? ഞാൻ പാടിത്തരണോ? വസബ്അത്തുൻ ഔലാദുഹു ഹും ഖാസിമു സൈനബു റുഖിയ ഫാത്തിമ യാ ഫാഹിമു വ ഉമ്മു കുൽസൂമിൻ വ അബ്ദുല്ലാഹി മിൻ ഖദീജത്തുൽ കുബ്രാ ബിതർതീബിൻ സുകിൻ അതാഹു ഇബ്രാഹീമു മിൻ സുർരിയ വ ഉമ്മുഹു മാരിയത്തുൽ ഖുബ്തിയ. റസൂലുള്ളാഹിന്റെ ഭാര്യ ഖദീജത്തുൽ കുബ്രാ റളിയല്ലാഹു അൻഹായിൽ നിന്നാണ് 6 കുട്ടികളുണ്ടായത്. ഒരു കുട്ടി, ഒന്നാമത്തെ കുട്ടി ആരാ? ഖാസിം. പിന്നുണ്ടായ പെൺകുട്ടിയാണ് സൈനബ്. പിന്നുണ്ടായ കുട്ടിയാണ് റുഖിയ. പിന്നുണ്ടായ കുട്ടിയാണ് ഫാത്തിമ. പത്രനായി ഖാസിം, സൈനബ്, റുഖിയ, ഫാത്തിമ. പിന്നുണ്ടായ കുട്ടിയാണ് ഉമ്മു കുൽസൂം. പിന്നുണ്ടായ കുട്ടിയാണ് അബ്ദുല്ലാ. ഇതൊക്കെ ആരെ കുട്ടികളാ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഖദീജ ബീവി എന്ന ഭാര്യയിൽ നിന്നുണ്ടായ കുട്ടികൾ. ഇനിയൊരു കുട്ടിയുണ്ട് ഇബ്രാഹിം. ആ കുട്ടിൻ്റെ അമ്മ മാരിയത്തുൽ ഖുബ്തിയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമൻ്റെ സുറ്റിയത്തിൽപ്പെട്ടതാണ് കേട്ടോ.
ഇപ്പോഴത്തെ കാലത്ത് ഇല്ലാത്തൊരു സംഭവം. അപ്പോൾ റസൂലുള്ളാഹിൻ്റെ 7 കുട്ടികൾ. ഉദക്കിറുക്കുമുല്ലാഹ ഫീ അഹ്ലി ബൈതി. മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാ ഉദക്കിറുക്കുമുല്ലാഹ ഫീ അഹ്ലി ബൈതി. എൻ്റെ അഹ്ലി ബൈത്തിൻ്റെ കാര്യത്തിൽ ഞാൻ നിങ്ങളെ അള്ളാഹുവിനെ ഓർമ്മിപ്പിക്കുന്നു. എൻ്റെ അഹ്ലി ബൈത്തിനായിട്ട് ഏറ്റുമുട്ടേണ്ടി വരും. കാരണം അവർ സത്യത്തിൻ്റെ ആളുകളായിക്കാരം. അപ്പോൾ സത്യം പറയുമ്പോൾ നമ്മൾ അസത്യത്തിലാണെങ്കിൽ നമ്മളെ എതിരാളി അഹ്ലു ബൈത്തായിട്ട് വരും. അതിനോട് സത്യം പറയൂ, ഒരു ഹക്ക് മുറച്ചുക്കൂ. അപ്പോൾ നമ്മൾ ബാത്തിൽമലാണെങ്കിൽ നമുക്ക് ഹറാമിൻ്റെ പേരിലാണെങ്കിൽ നമ്മൾ ഉപദേശിക്കാൻ വരും. അപ്പോൾ നമ്മൾ ആരോടാ ചോദിക്കാമോ? വേണ്ട. എൻ്റെ പേരക്കുട്ടി എങ്ങാനും ഒരു വിഷയം നിങ്ങൾ സംസാരിക്കാൻ വേണ്ടി വന്നാൽ നിങ്ങൾ ഒഴിഞ്ഞു മാറിക്കോണ്ടി. നെഞ്ഞാണവർ, വിഷാണവർ. നിങ്ങൾ എൻ്റെ ചോറിനെ വേദനിപ്പിച്ച ഞാൻ നാളെ നിങ്ങളെ ഹസ്മാണ്, നിങ്ങളെ പ്രതി, നിങ്ങളെ എതിർപക്ഷത്തുള്ള ആളേക്കാരൻ ഞാൻ. എൻ്റെ കുട്ടീനെ കാട്ടിയില്ല എന്ന് ഞാൻ ചോദിക്കുന്ന ആളല്ല എൻ്റെ കോടതിയിൽ വെച്ച്. നിങ്ങളതുകൊണ്ട് ഉദക്കിറുക്കുമുല്ലാഹ ഫീ അഹ്ലി ബൈതി. എൻ്റെ മക്കളെ, നിങ്ങളാരും തങ്ങന്മാർ കുട്ടികളെ നിസ്സാരാക്കരുത്. നിങ്ങളെ മദ്രസയിലുണ്ടാവും തങ്ങൾ കുട്ടികൾ, ചിലപ്പോൾ നിങ്ങളെ അയലോക്കത്തുണ്ടാവും തങ്ങൾ കുട്ടികൾ. ഓരോട് വികൃതിക്ക് പോകരുത്, ഓരെ കളിയാക്കാൻ പോകരുത്. ഒരു പാവങ്ങളാണോ പൈസക്കാരാണോ നമ്മളങ്ങോട്ട് നോക്കണ്ട. നമ്മളോരെ സ്നേഹിക്കുക. ഓർക്ക് നമ്മൾ ഖിദ്മത്ത് എടുത്ത് കൊടുക്കുക, ഓർക്ക് ചെരുപ്പ് എടുത്ത് കൊടുക്കുക, ഓർക്ക് വെള്ളം കൊടുക്കുക. ഇതൊക്കെ നമുക്ക് കിട്ടുന്ന ഭാഗ്യമാണ്. അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമൻ്റെ പേരക്കുട്ടിയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന സേവനങ്ങൾ ചെയ്തു കൊടുക്കുക. ഓരെ കളിയാക്കണ്ട, ഓരെ കളിയാക്കി ചിരിക്കണ്ട. നമുക്ക് കുറ്റം കിട്ടും, നെഞ്ഞായിട്ട് വരും. നമ്മളെ വിഷയം അതല്ല, നാണേനും. നമ്മൾ തദ്രീബാത്തിലേക്ക് പോകണം. തദ്രീബാത്ത് ആദ്യം നമ്മൾ സെൻറ്റൻസ് വാക്യം ഉണ്ടാക്കാനാ. സാദൃശ്യം പാഠത്തിലുണ്ട്, വായിച്ചു നോക്കിക്കോളപ്പോൾ കാണും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സംസാരത്തിൽ സാദൃശ്യമുള്ളത് ഫാത്തിമ ബീവിയാണ്. രണ്ടാമത്തെ ചോദ്യം എന്താ? സ്വീകരിച്ചു. അതിന് വാക്യം ഉണ്ടാക്കണം. ഷാമിൽ മോൻ ഇസ്ലാം സ്വീകരിച്ചു. ഒരു ഉദാഹരണം പറയാം. ഷാമിൽ എന്ന കുട്ടി ഇസ്ലാം സ്വീകരിച്ചു. ശ്രേഷ്ഠർ എന്ന വാക്ക് ഉപയോഗിച്ചൊരു വാക്യം ഉണ്ടാക്കണം. പ്രവാചകന്മാരിൽ ഏറ്റവും ശ്രേഷ്ഠർ നമ്മുടെ നബി മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. നിനുൻഷിദു വനക്തുബു. പദ്യം ചൊല്ലും വേണം, എഴുതും വേണം. എവിടെ എഴുതുക? നോട്ട് ബുക്കിൽ എഴുതണോ? ഇവിടെ ഇപ്പോൾ എഴുതാൻ സ്ഥലമുണ്ടോ? ചൊല്ലും വേണം, എഴുതും വേണം. പദ്യം ചൊല്ലി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മക്കളുടെ പേരുകൾ രേഖപ്പെടുത്തുക. അപ്പോൾ നിങ്ങൾ പദ്യം ചൊല്ലിയാൽ മതി. എന്ത് ചെയ്യുക? പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമൻ്റെ കുട്ടികളുടെ പേര് താഴത്ത് എഴുതുക കേട്ടോ. പദ്യം ചെയ്തി പഠിച്ചോളി നിങ്ങൾ വേണമെങ്കിൽ. ഔലാദുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അൽ ഖാസിം 1, സൈനബ് 2, റുഖിയ 3, ഫാത്തിമ 4, 5 ഉമ്മു കുൽസൂം, 6 അബ്ദുല്ലാഹ് ഇബ്രാഹിം. പിന്നെ ചോദിക്കുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എത്ര ആൺകുട്ടികളുണ്ട്? 3. നാലാമത്തെ ചോദ്യം എന്താണ്? രണ്ടാമത്തെ ചോദ്യം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുട്ടികൾ പെൺകുട്ടികൾ എത്ര? 4. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പെൺകുട്ടികൾ എത്ര? 4. പിന്നെ മൂന്നാമത്തെ ചോദ്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് ആയിഷ റളിയല്ലാഹു അൻഹ എന്ത് പറഞ്ഞു? ബന്ധം പറഞ്ഞാൽ സ്നേഹം കേട്ടോ. ബന്ധം ഉമ്മി ഉപ്പി മോളും അല്ലേ, സ്നേഹബന്ധം കേട്ടോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സംസാരത്തിൽ ഫാത്തിമയേക്കാൾ സാദൃശ്യമുള്ളതായി ഒരാളെയും ഞാൻ കണ്ടിട്ടില്ല. ആ ബന്ധം ഫാത്തിമ ബീവി എന്ന മോളും ഉപ്പയാകുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നുള്ള ബന്ധം എന്താണ്? സംസാരത്തിൽ റസൂലുള്ളാഹിൻ്റെ അച്ഛാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സംസാരിക്കുന്ന അതേ ശൈലിയിലാണ് ഫാത്തിമ ബീവി സംസാരിക്കുക.
അതേ കൂറ്റ്, അതേ ശൈലി. സ്വർഗത്തിൽ എന്നുവെച്ചാൽ ഒരേപോലെയല്ല, വ്യത്യാസം ഉണ്ടാവും. കാരണം അഷ്റഫുൽ ഖൽഖ് അല്ലേ ഒന്ന്, അഷ്റഫുൽ ഖൽഖ്. 4-ാമത്തെ ചോദ്യം, സ്വർഗത്തിലെ സ്ത്രീകളിൽ ഏറ്റവും ശ്രേഷ്ഠമായവർ ആരെല്ലാം? ഖദീജ ബിൻതു ഖുവൈലിദ്, ഫാത്തിമ ബിൻതു മുഹമ്മദ്, മറിയം ബിൻതു ഇമ്രാൻ, ആസിയ ബിൻതു മുസാഹിം. അതും കഴിഞ്ഞു. വേറെ ചോദിക്കണം എന്താണെന്നറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബം ലോകത്ത് വ്യാപിച്ചത് ആരിലൂടെ? ഫാത്തിമ ബീവിയുടെ മക്കളായ ഹസൻ, ഹുസൈൻ എന്നിവരുടെ സന്താന പരമ്പരയിലൂടെ. അടുത്ത ചോദ്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മക്കളുടെ പേരുകൾ പഠിക്കുന്നതിൻ്റെ വിധിയെന്ത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമന്റെ മക്കളെ പേര് പഠിക്കുന്നത് വിധി എന്താണ്? നിർബന്ധമാണ്, പഠിക്കൽ നിർബന്ധമാണ്. വേറൊന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഫാത്തിമ ബീവിയോടുണ്ടായിരുന്ന സ്നേഹം വിവരിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫാത്തിമ ബീവി ഇങ്ങനെ, ഫാത്തിമ ബീവി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ സ്വാഗതം ചെയ്യുകയും അവരുടെ കൈ ചുംബിക്കുകയും ചെയ്യുമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇരിക്കുന്ന സീറ്റിൽ അവരെ ഇരുത്തുകയും ചെയ്യും. ഫാത്തിമ ബീവിയുടെ വീട്ടിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെന്നാൽ അവർ എഴുന്നേറ്റു നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വീകരിക്കുകയും കൈ ചുംബിക്കുകയും ചെയ്യും. 8-ാമത്തെ ചോദ്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മക്കളുടെ മാതാക്കൾ ആരെല്ലാം? 6 കുട്ടികളുടെ ഉമ്മയാണ് ഖദീജത്തു റളിയല്ലാഹു അൻഹാ. ഇബ്രാഹിം എന്ന കുട്ടിയുടെ ഉമ്മയാണ് മാരിയത്തുൽ ഖിബ്തിയ്യ റളിയല്ലാഹു അൻഹാ. ഞാൻ എന്താ അറിയണ നിങ്ങൾ ചേരുമ്പോൾ ചേർക്കാനാ. നല്ല ഉഷാറാക്കി ഞാൻ വരച്ചിക്കണില്ലേ? നിങ്ങൾ വരച്ച് ചെയ്ത് നിങ്ങൾ ഇഷ്ടംപോലെ ചെയ്തോളൂ. ഓരോ ഉമ്മമാരും ഓരോ ബീവിമാരും പിതാക്കന്മാരെ പേര് എഴുതാനാണ്. ഖദീജ ഉമ്മ ആരെ കുട്ടിയാണ്? ഖുവൈലിദിൻ്റെ മോളാണ്. ഫാത്തിമ ബീവി ആരെ കുട്ടിയാണ്? മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമൻ്റെ മോളാണ്. ആസിയ ബീവി ആരെ കുട്ടിയാണ്? മുസാഹിം എന്നവരുടെ കുട്ടിയാണ്. മറിയം എന്നുള്ളത് ആരെ കുട്ടിയാണ്? ഇമ്രാൻ എന്നവരുടെ കുട്ടിയാണ്. ബിൻത്ത് പറഞ്ഞ മോള്. അല്ലാഹു നീ കബൂലാക്കണേ അല്ലാഹ്, നീ കബൂലാക്കണേ അല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. പടച്ച റബ്ബേ, നീ തൗഫീഖ് തന്നതാണ്. ഞങ്ങൾ ഈ പറഞ്ഞതും കേട്ടതും നീ സ്വീകരിക്കണേ അല്ലാ. ഞങ്ങൾ നിന്റെ ഇൽമാണ് ഞങ്ങൾ പറഞ്ഞത്. അല്ലാ, നീ സ്വീകരിക്കണേ അല്ലാ. മിസ്ലി സവാബ് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് എത്തിക്കണേ അല്ലാ. അവിടുത്തോടുള്ള ഇഷ്ടം ഞങ്ങൾക്കുള്ളവർക്കും നീ ഏറ്റിത്തരണേ അല്ലാ. അബ്ബേ, ഞങ്ങൾക്കുള്ളതുപോലത്തെ ഒരു കൂലി ഞങ്ങളെ ഉമ്മമാർക്ക്, ഉപ്പമാർക്ക്, ഉസ്താദുമാർക്ക്, മശായിഖ്മാർക്ക് നൽകണേ അല്ലാ. അവരുടെ പലരും മരണപ്പെട്ട് ഖബറിലുണ്ട്. അവരെ ഖബർ നീ വെളിച്ചാക്കണേ അല്ലാ, സ്വർഗാക്കണേ അല്ലാ. ഞങ്ങളുടെ അവിടെ സർവ്വ കുറ്റങ്ങളും നീ പുറത്തു തരണേ അല്ലാ. നല്ലതൊക്കെ നീ സ്വീകരിക്കണേ അല്ലാ. ഞങ്ങൾക്ക് നല്ല ബുദ്ധി തരണേ അല്ലാ, ഓർമ്മ ശക്തി തരണേ അല്ലാ. ഞങ്ങളെ ഉസ്താദുമാർ, ഉമ്മമാർ, ജീവിച്ചിരിക്കുന്നവർ, ഉപ്പമാർക്കൊക്കെ നല്ല ആരോഗ്യവും ആഫിയത്തും നൽകണേ അല്ലാ. പടച്ച റബ്ബേ, ഞങ്ങളെ നല്ല മക്കളാക്കണേ അല്ലാ. നല്ല മക്കളാക്കി തരണേ അല്ലാ. ബുദ്ധിയുള്ളവരാക്കി തരണേ അല്ലാ. ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ.